തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ സ്റ്റാൻഡിനെ ചൊല്ലി തർക്കം. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. കെഎസ്ആർടിസിയുടെ ബസ് ബേയിൽ പ്രൈവറ്റ് ബസ്സുകൾ കയറുന്നത് തടഞ്ഞതാണ് തർക്കത്തിന് കാരണം. ഇവിടെ ഡിവൈഡർ വെച്ചപ്പോൾ പോലുള്ള സമരമാണ്. പിന്നാണ് ഞങ്ങൾ മറ്റേ ഡിവൈഡർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഗ്യാപ്പില്ലാതെ അറ്റം വരെ സീബ്ര ക്രോസിംഗ് വരെ അടച്ചുകൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം. പിന്നെ ഈ ടാക്സ് അടയ്ക്കുന്ന വണ്ടികൾ ഇവിടെ നാളെ എടുക്കാൻ പാടില്ല, ഇവിടെ നാളെ ഇറക്കാൻ പാടില്ല, കയറ്റാൻ പാടില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ പെർമിറ്റ് എന്തിനാണ് തന്നത്? സർവീസ് നടത്താനാണല്ലോ പെർമിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സർവീസ് നടക്കാൻ പാടില്ല. അവർ നിങ്ങൾ കണ്ടല്ലോ, അത്രയും കെട്ടി വെച്ച് അടച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പ്രതിഷേധമായിട്ട് ഇന്ന് സമരം നടത്തിയത്. ബഹുമാനപ്പെട്ട സിഐക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സമരം നടക്കും, അതിന് പ്രൊട്ടക്ഷൻ വേണമെന്നാണ് KSRTC പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർ വന്നു. ഞങ്ങൾ വേറെ അക്രമമൊന്നും കാണിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു തീരുമാനം അറിയാം. 93 മുതൽ സർവീസ് നടന്ന സ്വകാര്യ ബസ്സുകളാണ്. ഞങ്ങൾക്കൂടെ അവകാശപ്പെട്ട ബസ് സ്റ്റോപ്പാണ്. ഇത് ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൽ 2016 ബാരിക്കേഡ് വെച്ചു. ഇതേപോലെ, അതായത് വീതിക്ക് ബാരിക്കേഡ് വെച്ചു. ആ സമയത്ത് അപകടം വളരെ ഉണ്ടായ സമയത്ത് അന്നുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കളക്ടറും ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ചീഫ് എല്ലാം ചേർന്ന തീരുമാനം, ഉദ്യോഗസ്ഥർ ചേർന്ന തീരുമാനപ്രകാരം ഈ ബാരിക്കേഡ് പൊളിച്ചു മാറ്റാനൊക്കെ DDM നിർദ്ദേശം കൊടുത്തായിരുന്നു. അതനുസരിച്ച് പൊളിച്ചു മാറ്റി. പിന്നീട് അവർ ടെമ്പററി ആയിട്ട് വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഞങ്ങൾ സ്വകാര്യ ബസ്സും 2 വാഹനങ്ങൾ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്നാണ് ഇവർ ഇന്നലെ രാത്രി കൊണ്ടാണ് ഈ ഇരിക്കുന്ന പെർമനൻ്റായിട്ട്, അതായത് സീബ്ര ക്രോസിംഗ് വരെ അടച്ചുകൊണ്ട്, ഒരു യാത്രക്കാരും അങ്ങോട്ട് കയറാത്ത വിധം മൊത്തം അടച്ചുകൊണ്ട് ഞങ്ങളുടെ അവകാശത്തിലാണെന്ന് പറയുന്നു. പക്ഷെ പൂർണ്ണമായും അവരുടെ അവകാശത്തിലുള്ള അല്ല എന്നുള്ള വ്യക്തമായി രേഖയിനകത്തുണ്ട്. ജിബിൻ JB വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ജിബിൻ, കിഴക്കേക്കോട്ട ഒരു അഴിയാക്കുരുക്കാണ്. അവിടെ ഈ പറയുന്ന ഡിവൈഡർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സും അവിടെ തന്നെയാണ് നിർത്തുക. സ്വകാര്യ വാഹനങ്ങൾ പോകുന്നുണ്ട്. വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഈ ബസ് ബേ KSRTCക്ക് മാത്രമുള്ളതാണോ? അത് സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ, ഏകദേശം 2016 ആദ്യമായി ഇവിടെ ഈ താൽക്കാലികമായിട്ടുള്ള ഡിവൈഡർ നിർമ്മിക്കുന്നത്. അത് സംബന്ധിച്ച് പറയുന്നത്, അതായത് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് PWD റോഡാണ്. പക്ഷേ ഇത് KSRTC കൂടി ഇതിന് അവകാശമുണ്ട്. തങ്ങൾ കൂടി ഇതിന് കാര്യം അടയ്ക്കുന്നു എന്നാണ് KSRTC വാദം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബസ് മാത്രമേ ഈ ബസ് വഴി പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് KSRTCയുടെ തീരുമാനം. അതനുസരിച്ചാണ് അവർ ഇപ്പോൾ ഈ ബാരിക്കേഡ് കൊണ്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പറയുന്നത് ഇത് PWDയുടെ റോഡാണ്, തങ്ങൾക്ക് കൂടി അവകാശമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളും സർവീസ് ടാക്സ് ഒക്കെ അടച്ചുകൊണ്ടാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തങ്ങൾക്കും ഇവിടെ ഈ ബസ് വേയിൽ കൂടി വാഹനങ്ങൾ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം വേണമെന്നാണ് അവരുടെ ഒരു ആവശ്യം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബാരിക്കേഡ് തൊട്ടപ്പുറത്താണ്. അതായത് റോഡിന്റെ ഏറെക്കുറെ പകുതിയിലാണ് സ്വകാര്യ ബസ്സുകൾക്ക് നിർത്തേണ്ടി വരുന്നത്. ആ സമയത്ത് മറ്റ് സ്വകാര്യ വാഹനങ്ങൾ കൂടി വരുന്നപ്പോൾ അവിടെ ഒരു വലിയ കുരുക്ക് രൂപപ്പെടുകയാണ്. ഇതൊരു അഴിയാ പ്രശ്നമായി മാറുകയാണ്. ഇപ്പോൾ ആളുകൾ ഇത് സംബന്ധിച്ച പ്രതികരണം എന്താണ് പറയുന്നത്? അത് തന്നെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, തലസ്ഥാന നഗരിയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വകാര്യ ബസ്സിനെയും KSRTC ബസ്സിനെയും ആശ്രയിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. പല തവണ ഈ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടങ്ങൾ കാരണവും ഇവിടുത്തെ ഗതാഗത പ്രശ്നം കാരണം അപകടങ്ങൾ ഉണ്ടാകുകയും പലർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ 2 ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലത്ത്, അതായത് ബസ് 4 വരി പാതയാണ്. ഈ 4 വരിയുടെ കറക്റ്റ് മധ്യത്തിലായാണ് ഇപ്പോൾ ഈ ഒരു ബാരിക്കേഡ് കൂടി സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് വീണ്ടും വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാക്കുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. കാരണം നമുക്ക് ഈ പകൽ സമയത്ത് തന്നെ ഇവിടെ ഈ ഒരു ബാരിക്കേഡ് കാരണം വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ തന്നെ വാഹനങ്ങൾക്ക്, കാരണം അവർ സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന